രാമഭക്ത സംഗമവേദിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പ്രൊഫസർ PV കൃഷ്ണനായർ സാർ. സർ, ഭാരതത്തിൽ ജനിച്ച രാമായണം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ പ്രചരിക്കാൻ കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നതിൽ ഗ്രന്ഥങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ചും ക്ലാസിക്കുകളെ കുറിച്ച് പഠനങ്ങൾ രചിച്ച പണ്ഡിതന്മാരെല്ലാം അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരേ രീതിയിലുള്ള രൂപഭേദങ്ങളോടുകൂടി കഥാഘടനയിലും ഊന്നലുകളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ക്ലാസിക്കുകൾ ലോകത്തിലൊക്കെ പ്രചരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ക്ലാസിക്കുകളൊരു പ്രാധാന്യം അതാണ്. കാലം കൊണ്ട് വാട്ടം തട്ടാത്ത കൃതികളാണ് ക്ലാസിക്കുകൾ. രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെ ക്ലാസിക്കുകളാണ്, ഇതിഹാസങ്ങളാണ്. അതുകൊണ്ട് അവ ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പല രൂപഭാവങ്ങളോടുകൂടി പ്രചരിക്കുന്നു എന്നതാണ് സത്യം. സർ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രധാന രാമായണ അവതരണങ്ങളും ഇന്ത്യൻ രാമായണ പാരമ്പര്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ് കാലവുമായി യോജിച്ചുകൊണ്ട് സമന്വയിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നതായി കാണാം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഇതിനെക്കുറിച്ച് 2 വോള്യങ്ങളിലായി അനേകം ലോകപണ്ഡിതന്മാരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ രാമായണത്തിന്റെ സ്വാധീനം സാഹിത്യത്തിലും കലാരൂപങ്ങളിലും മാത്രമല്ല സാമൂഹിക മൂല്യങ്ങളിലും എങ്ങനെ പ്രകടമാക്കുന്നു? ലോകത്തെല്ലാം മനുഷ്യന് ചില സഹജഭാവങ്ങളുണ്ട്. എല്ലാവർക്കും കോമണായ പല ഭാവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. അന്ന് മാത്രമല്ല, മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ത്വര, അപാരതയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുക, ഭക്തിക്കുള്ളൊരു ത്വര, ജീവിത വിശുദ്ധിക്കു വേണ്ടിയുള്ള ത്വര, നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം മനുഷ്യനിൽ അന്തർലീനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മൂല്യബോധത്തെ, ധർമ്മബോധത്തെ പറ്റി പറയുന്ന കൃതികൾക്ക് അതാ രാജ്യത്തിൻ്റെ കാലദേശ മനോഭാവങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും പ്രചരണങ്ങളും ഉണ്ടാവുക സ്വാഭാവികം. ഇന്നത്തെ യുവതലമുറയിലേക്ക് രാമായണ സന്ദേശം എത്തിക്കാൻ ഡിജിറ്റൽ മീഡിയയും സിനിമകളും എത്രത്തോളം ഫലപ്രദമാണെന്ന് നിങ്ങൾ വിലയിരുത്തുന്നു? തീർച്ചയായും. ആദികവിയുടെ ആദർശപുരുഷൻ എന്നാണ് രാമായണത്തെ പറ്റി, രാമനെ കുറിച്ചുള്ള സിദ്ധുവാൻ സ്വാമിയുടെ പുസ്തകത്തിൻ്റെ പേര് തന്നെ. ആദർശാത്മകമായ ഒരു ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളൊരു പിഴച്ച കാലത്തിൻ്റെ പിറകെ പോവുകയാണ്, ഉപഭോഗ സംസ്കാരത്തിൻ്റെ പിറകെ പോവുകയാണ്, അയഥാർത്ഥമായ മൂല്യങ്ങളുടെ പിറകെ പോവുകയാണ്. അപ്പോൾ വലിയ മൂല്യങ്ങൾ, വലിയ സങ്കല്പങ്ങൾ, വലിയ കഥാപാത്രങ്ങൾ, വലിയ ഗ്രന്ഥങ്ങൾ മനുഷ്യ മനസ്സിലുണ്ടാവണം. അതിന് ഏറ്റവും ഉതകിയ ഗ്രന്ഥമാണ് രാമായണവും മഹാഭാരതവും. അതുകൊണ്ട് തന്നെ പുതിയ രീതിയിൽ, പുതിയ മീഡിയത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അത് പ്രചരിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രചരണം ഉണ്ടാവും. അതുകൊണ്ട് പുതിയ മീഡിയത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഈ ആശയങ്ങളും ഈ ആദർശങ്ങളും ഈ നന്മകളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകമാവും. സർ, രാമായണത്തിന്റെ ആഗോളയാത്ര എന്ന ആശയം ഇന്ത്യയുടെ സാംസ്കാരിക നയതന്ത്രത്തിന് എങ്ങനെ സഹായകരമാകുന്നു? തീർച്ചയായും. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം ഒരു മനുഷ്യനും ഒരു ദ്വീപല്ല എന്ന് പ്രസിദ്ധമായ കവിവാക്യമുണ്ട്. നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ കാലത്തിൽ ഗ്ലോബലൈസേഷൻ്റെ കാലം, ജനങ്ങളൊക്കെ ഏകമായി മാറുന്ന കാലത്ത് ഇത് പ്രചരിക്കലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നല്ല മൂല്യബോധങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ നല്ല ജീവിതം ഉണ്ടാക്കുവാനും. ഇപ്പോൾ ഉത്തരേന്ത്യയെ സൃഷ്ടിച്ചത് തുളസിദാസ് രാമായണമാണെന്ന് ഗ്രിയസിനെ പോലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കമ്പരാമായണം തമിഴ്നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് മഹാജനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം മലയാളത്തിലുണ്ടാക്കിയ മാറ്റത്തെ നമുക്കറിയാവുന്നതാണ്. ഒരു സമൂഹം തിന്മയിലേക്ക് താഴുന്നു എന്ന് വരുമ്പോൾ അതിനെ പ്രത്യുദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ വലിയ കവികൾ തുളസീദാസും കമ്പനും തുഞ്ചത്തെഴുത്തച്ഛനും ഒക്കെ തന്നെ വന്നത്.
അതുകൊണ്ട് അതിനുള്ള പ്രാധാന്യം ഈ പ്രത്യേകിച്ചും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ധാരാളം കൂടുന്നു.